ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏലിയൻസിനെ പറ്റിയാണ്. CIA പുറത്തുവിട്ട റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ഏകദേശം 68 പേജോളം അടങ്ങിയ റിപ്പോർട്ടാണിത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇത് ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പൂർണ്ണമായും ഇത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കെന്നത്ത് അർണോൾഡ് എന്ന വൈമാനികൻ കണ്ട കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. 1947 ജൂൺ 24 അർണോൾഡ് വാഷിങ്ടണിലെ ചെഹാലീസിൽ നിന്നും വാഷിങ്ടണിലെ യക്കാമിയിലേക്ക് ഒരു ബിസിനസ് യാത്രയ്ക്കായി കോൾ എയർ A2 എന്ന വിമാനത്തിൽ പറക്കുകയായിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൗണ്ട് റെയിനിയറിനു സമീപം തകർന്നു വീണ US-ന്റെ മറൈൻ കോർപ്സ് C-46 എന്ന ട്രാൻസ്പോർട്ടർ വിമാനം കണ്ടെത്തുന്നതിനായിരുന്നു അദ്ദേഹം ഈ യാത്ര നടത്തിയത്. കാരണം ഈ വിമാനം കണ്ടെത്തുന്നവർക്ക് $5000 ആയിരുന്നു പ്രൈസ് മണിയായി പ്രഖ്യാപിച്ചിരുന്നത്. 9200 അടി ഉയരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമാനം പറന്നുകൊണ്ടിരുന്നത്. വാഷിങ്ടണിലെ മിനറലിന് സമീപമായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നത്. തിരച്ചിലെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം കിഴക്കോട്ടേക്ക് യാക്കീമിയയിലേക്ക് നീങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ സൂര്യപ്രകാശത്തിന് സമാനമായ ഒരു വസ്തു തൻ്റെ വിമാനത്തിന് നേരെ വരുന്നതായി അദ്ദേഹം കണ്ടു. മറ്റൊരു വിമാനത്തോട് താൻ അപകടകരമായി അടുക്കുകയാണ് എന്നാണ് കരുതിയത്. ചുറ്റുമുള്ള ആകാശത്തെ അദ്ദേഹം പെട്ടെന്നൊന്ന് സ്കാൻ ചെയ്തതിന് ശേഷം ഗ്രൗണ്ട് റഡാറിൻ്റെ സഹായത്തോടെ അദ്ദേഹം ഇടതുവശത്തും പിന്നിലും എല്ലാം തന്നെ സ്കാൻ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് അകലെയുള്ള ഒരു DC-4 മാത്രമാണ് കണ്ടെത്താനായത്. എന്നാൽ ഈ സംഭവങ്ങൾക്ക് ശേഷം തൻ്റെ ഇടതുവശത്തേക്ക് അദ്ദേഹം നോക്കി. ഇടതുവശത്ത് മൗണ്ട് റൈനിയറാണുള്ളത്. ഇടതുവശത്തേക്ക് നോക്കി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഒരുപാടധികം മിന്നുന്ന ലൈറ്റുകളാണ്. എന്നാൽ അദ്ദേഹം കരുതിയത് ഒരുപക്ഷെ വിമാനത്തിൻ്റെ ഗ്ലാസുകളിൽ തട്ടിയുള്ള പ്രതിഫലനമായിരിക്കാം തനിക്കിങ്ങനെ തോന്നാനുണ്ടായത് എന്നാണ്. പിന്നീട് അദ്ദേഹം കരുതിയത് ഏതെങ്കിലും പുതിയ തരം ജെറ്റുകൾ അതുവഴി പറന്നതായിരിക്കാം. പെട്ടെന്ന് തന്നെ മൗണ്ട് റൈനിയറിലേക്ക് അദ്ദേഹം അടുത്തു. മഞ്ഞുവീഴ്ചയുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രകാശങ്ങളുടെ ഫ്ലാഷുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇതിന് ഒരു സോസർ ഷേപ്പ് അല്ലെങ്കിൽ തളികയുടെ ഷേപ്പ് ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് സത്യത്തിൽ അന്ന് അദ്ദേഹം അവിടെ കണ്ടത്? ശരിക്കും ഒരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് തന്നെയാണോ, അതോ മഞ്ഞിൽ നിന്നുണ്ടായ തിളക്കങ്ങൾ മാത്രമാണോ? 1965 ഓഗസ്റ്റ് 19 ഒരു പ്രാദേശിക മാധ്യമത്തിന് ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണ്. അത് വളരെയധികം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ഫയലിൻ്റെ പുറത്തായി അതിനൊരു പേരും ഉണ്ടായിരുന്നു. ആ പേരായിരുന്നു പ്രോജക്റ്റ് ബ്ലൂ ബുക്ക്. ഈ വീഡിയോ ഇത്ര വരെ കണ്ട കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്താണ് പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് എന്നുള്ളത്. എന്നാൽ അറിയാത്തവർക്കായി പറയാം. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെപ്പറ്റി പഠിക്കുവാനായി കുറേ സംഘം ആളുകൾ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന് അവരൊരു പേരിട്ടു. അതാണ് പ്രോജക്റ്റ് ബ്ലൂ ബുക്ക്. ഈ റിപ്പോർട്ടിൽ ജോൺ G. ഫെല്ലർ എന്ന് പറയുന്ന ആൾ നമ്മളോട് പറയുന്നത് ഇംഗ്ലണ്ടിലെ എക്സ്റ്റർ എന്ന സ്ഥലത്ത് ഒരു കർഷക ബാലനുണ്ടായ അനുഭവത്തെ പറ്റിയാണ്. വീട്ടുജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഈ ബാലൻ ഒരു ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. താൻ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബാലൻ തിരിഞ്ഞു നോക്കിയതും. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് കാണാനായത് ഒരു സിൽവർ നിറത്തിലുള്ള ഫുട്ബോളിൻ്റെ ഷേപ്പുള്ള ഒരു വസ്തുവിനെയാണ്. ഏകദേശം 50 അടി നീളവും 20 അടി കനവും ഉള്ള വസ്തുവായിരുന്നു ഇത് എന്നാണ് ഈ ബാലൻ പറഞ്ഞത്. ഈ വസ്തുവിൽ നിന്ന് ചുമന്ന നിറത്തിലുള്ള ബാഷ്പവും മുഴങ്ങുന്ന ശബ്ദവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വസ്തു മരങ്ങൾക്കിടയിലേക്ക് മറഞ്ഞെങ്കിലും ഈ ബാലൻ അതിന് പുറകെ ഓടുകയുണ്ടായി. അവൻ ഒന്ന് ഓടിത്തുടങ്ങിയപ്പോൾ തന്നെ വേഗത്തിൽ ഈ വസ്തു ആകാശത്തേക്ക് കുതിക്കുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഈ ബാലൻ തൻ്റെ വീട്ടിലേക്ക് ഓടി തൻ്റെ സഹോദരങ്ങളോട് തനിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി അവരോട് പറഞ്ഞു. അവർ വീട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഒരു ചുമന്ന നീരാവി മേഘങ്ങൾക്കിടയിലേക്ക് മറയുന്നതായിട്ടാണ്. ഇതേ സമയം തന്നെ ഈ കുട്ടികളുടെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയുണ്ടായി. എന്നാൽ പോലീസുകാരെത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സംഭവം നടന്നു. ഒരു 16 വയസ്സുള്ള കുട്ടി ഈ വീട്ടിലേക്ക് വരുന്ന വഴി ആ കുട്ടി വീണ്ടും ആ വസ്തുവിനെ കണ്ടു. ഈ വിവരം മറ്റുള്ള കുട്ടികളോട് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി അതിനെ കാണാനായി വീണ്ടും ഓടി. അവർക്ക് കാണാൻ സാധിച്ചത് ഏകദേശം 700 അടി അകലെയായി മഞ്ഞ നിറത്തിലുള്ള വസ്തു അവരുടെ ഫീൽഡിന് കുറുകയായി ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതാണ്. അപ്പോഴേക്കും പോലീസ് എത്തിക്കഴിഞ്ഞു. പോലീസിനോട് ആ കുട്ടി എവിടെയാണ് ഈ വസ്തു ഉണ്ടായിരുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. അവർ അവിടെയെല്ലാം തെരച്ചിൽ നടത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഒരു പർപ്പിൾ നിലത്തുള്ള ഒരു വസ്തുവും പിന്നെ ദുർഗന്ധവുമാണ്. എന്നാൽ പോലീസ് പിന്നീട് അവിടുന്ന് സാമ്പിളുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ഇതിനെപ്പറ്റി വിവരങ്ങളൊന്നും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് ആ പർപ്പിൾ വസ്തു എന്ന് നമുക്ക് ഇതുവരെയായിട്ടും അറിയാൻ സാധിച്ചിട്ടില്ല. എന്താണ് ഇതിൻ്റെ സത്യം എന്നറിയില്ല. അന്ന്
ആ കുട്ടികൾ കണ്ടത് ശരിക്കും ഒരു അന്യഗ്രഹജീവിയുടെ പേടകം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? അത് ഇന്നും ഒരു മിസ്റ്ററിയായി തുടരുന്നു. 1966 ആഗസ്റ്റ് 1 ഉണ്ടായ മറ്റൊരു സംഭവം നമുക്ക് നോക്കാം. ഐൽ സ്റ്റേറ്റ് പാർക്കിലേക്ക് പിക്നിക്കിന് പോയ 3 പേരാണ് അവരുടെ കാർ പുതഞ്ഞുപോയി അതിന് സഹായം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവർ ആകാശത്ത് കാണാൻ സാധിച്ചത് ഒരു നക്ഷത്രം ചലിക്കുന്നതായിട്ടാണ്. അത് മാത്രമല്ല, അത് വേഗത്തിൽ സഞ്ചരിക്കുകയും അതിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വരികയും ചെയ്തു. പിന്നീട് പ്രകാശത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയും ചെയ്തു. അത് വന്നുകൊണ്ടിരുന്നത് അവർ കിടന്ന കാറിൻ്റെ അടുത്തേക്കായിരുന്നു. ആ വസ്തു കാറിൻ്റെ അടുത്തേക്ക് വരുംതോറും കാറ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ വസ്തുവിനെ പറ്റി പറഞ്ഞത് കുമിളിൻ്റെ ഷേപ്പിലുള്ള ഒരു വസ്തുവായിരുന്നു എന്നാണ്. അവർക്ക് നേരെ വന്ന ആ വസ്തു കുറേ നേരം മുകളിൽ വട്ടമിട്ട് പറന്നതിന് ശേഷം ആ വസ്തു നിന്നു. അതിനുശേഷം ആ വസ്തുവിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെടുകയുണ്ടായി. ഈ പ്രകാശം കാരണം ആ ഒരു മുഴുവൻ ഏരിയയും പ്രകാശമയമായി മാറി. അതിനുശേഷം വളരെ വലിയ സ്പീഡിൽ അത് മുകളിലേക്ക് പറന്നു പോവുകയും ചെയ്തു. അപ്പോഴേക്കും പോലീസ് വരികയുണ്ടായി. പോലീസ് വന്നതിന് ശേഷം അവർ കാർ സ്പോട്ട് ചെയ്തു. അതിനുശേഷം അവിടെയെല്ലാം പരിശോധന നടത്തിയപ്പോൾ അവരെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം അവർ കാറിന്റെ ഹോൺ മുഴക്കി. അപ്പോഴാണ് ഈ 3 പേരും പുറത്തേക്ക് വന്നത്. ആ സ്ത്രീ പോലീസുകാരോട് പറഞ്ഞത് ഏകദേശം 6 അടിയോളം പൊക്കമുള്ള ഗൊറില്ലയുടെ ഷേപ്പുള്ള ഒരു ജീവി തങ്ങളുടെ കാറിന്റെ അടുത്തേക്ക് വന്നു എന്നും അതിനുശേഷം കാട്ടിലേക്ക് മറഞ്ഞു എന്നുമാണ് അവർ പറഞ്ഞത്. എന്നാൽ പിന്നീട് എയർഫോഴ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചതിൻ്റെ ഫലമായി അവർക്ക് കാറിൽ സ്ക്രാച്ചും പല്ലിൻ്റെ പാടുകളും എല്ലാം കാണാൻ സാധിച്ചു. അത് ഈ മൂവർ സംഘത്തോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് താങ്കൾ അവിടേക്ക് വരുമ്പോൾ അങ്ങനെയൊരു പാടുണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ പിന്നീട് ആ പ്രദേശത്ത് നടന്ന തിരച്ചിലിൻ്റെ ഫലമായി കാറിൽ നിന്നും അധികം ദൂരെയല്ലാതായി അവർക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള കുറച്ച് മുദ്രകൾ പതിപ്പിച്ചതുപോലെയുള്ള ഭാഗങ്ങൾ അവർക്ക് കാണാനിടയായി. ഏകദേശം 18 ഇഞ്ചോളം വീതിയും 6 മുതൽ 8 ഇഞ്ച് വരെ ആഴവുമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇങ്ങനെയുണ്ടായിരുന്ന ഈ ഷേപ്പുകൾ ഒരു ജലാശയത്തിലേക്കായിരുന്നു അവരെ നയിച്ചത്. ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് ഒരു നഖങ്ങൾ കൊണ്ടുണ്ടായ പാട് ആണ് എന്നാണ്. എന്താണ് അന്ന് രാത്രിയിൽ സംഭവിച്ചത്? ശരിക്കും അവർ കണ്ടത് ഒരു അന്യഗ്രഹ ജീവിയെയാണോ അതോ മറ്റേതെങ്കിലും കാട്ടുജീവികളാണോ? എന്ത് വസ്തുവാണ് അവർക്ക് ചുറ്റുമായി പറന്നു നടന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻ്റ് എടുത്തിരിക്കുന്നതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റേതായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും അതും നിങ്ങൾ രേഖപ്പെടുത്തുക. വാഷിങ്ടണിലെ കസ്റ്റർ എന്ന സ്ഥലത്താണ് ഈ UFO കണ്ടത്. ജനുവരി 12, 1965 ഇത് നടക്കുന്നത്. ഒരു കർഷക കുടുംബമാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തത്. തിളങ്ങുന്ന വൃത്താകൃതിയിലുള്ള ഒരു വസ്തുവിനെയാണ് ഇവർ കണ്ടത്. മഞ്ഞുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ലാൻഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇത് പറന്നു പോവുകയും ചെയ്തു. ഈ ഫാമിലിയിൽപ്പെട്ടവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റിയത് ഏകദേശം 30 അടിയോളം വ്യാസത്തിൽ ഈ മഞ്ഞുകൾ ഉരുകി കിടക്കുന്നതായിട്ടാണ്. ഇത് നടക്കുന്നത് വാഷിങ്ടണിലെ കസ്റ്റർ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഈ ഫാമിലി മാത്രമല്ല ഈ സാധനത്തിനെ കണ്ടത്, റഡാറിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കർഷകർ കാണുന്നതിന് മുമ്പാണ് റഡാറിൽ ഈ സാധനം പതിഞ്ഞത്. റഡാറിൽ അവർക്ക് കാണാൻ സാധിച്ചത് ബ്ലെയിൻ എയർഫോഴ്സ് ബേസിലെ റഡാർ ഓഫീസർ ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കർഷകരുടെ അടുത്ത് ഈ വസ്തു ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് റഡാറിൽ പെട്ടിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. F-94S എന്ന് പറയുന്ന വിമാനം ശരിക്കും പറഞ്ഞാൽ ഈ വസ്തുവിനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വസ്തുവിൻ്റെ അസാധാരണമായ ചലനങ്ങൾ കാരണം ലോക്ക് അതിൽ തുടരാൻ ഈ F-94S എന്ന വിമാനത്തിന് സാധിച്ചില്ല. ഈ കർഷക കുടുംബത്തോട് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ കാര്യത്തെപ്പറ്റി ആരോടും പറയരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരാരോടും ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. പിന്നീട് CIA പുറത്തുവിട്ട ഈ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കയറി പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട എല്ലാവിധമായ ഈ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, അതായത് പറക്കുന്ന തിരിച്ചറിയാനാവാത്ത വസ്തു എന്ന് വേണേൽ മലയാളത്തിൽ പറയാം. അതായത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഒരു ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഫിസിക്സിലെ നിയമങ്ങളെയെല്ലാം തെറ്റിക്കുന്ന ചലനങ്ങളാണ്. അതായത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 500 കിലോമീറ്റർ സ്പീഡിൽ നേരെ പോയിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ച് 90 ഡിഗ്രി ചലനം എടുക്കുക, അല്ലെങ്കിൽ നേരെ 180 എടുക്കുക, 180 ഡിഗ്രിയിൽ ചലിക്കുക, അല്ലെങ്കിൽ പോയ ദിശയിൽ തന്നെ തിരിച്ച് വീണ്ടും വരിക, അല്ലെങ്കിൽ അതേ സ്പീഡിൽ തന്നെ കുത്തനെ മുകളിലേക്ക് പോവുക. ഇങ്ങനെയൊക്കെയുള്ള അസാധാരണമായ ചലനങ്ങളാണ് ഈ കാണുന്ന ഇങ്ങനെയുള്ള ഈ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ ഈ തിരിച്ചറിയാനാവാത്ത ഈ സംഭവങ്ങൾക്കുള്ളത്. ഇതെന്താണെന്ന് നമ്മൾ ഇതുവരെയായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതെന്തുവാണ് ഇതിൻ്റെ പിന്നിലുള്ള ഫിലോമിന എന്ന് അറിയത്തില്ല.
ചിലരിതിനെ ഈ അറ്റ്മോസ്ഫിയറിക് ഏരിയൽ ഫിനോമിന എന്നും പറയുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന നമുക്ക് തിരിച്ചറിയാനാത്ത ഏതോ പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതെന്തുവാണെന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പലരും പറയുന്നത് ഇത് മറ്റൊരു ഭൂമിയോട് സാദൃശ്യമുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങളാണ് ഇതെന്നും അവർ നമ്മളെ ഇങ്ങനെ നിരീക്ഷിക്കാനായിട്ട് വരുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് ഇതിലോട്ട് അറിയത്തില്ല. ഇതുപോലെ ഒരുപാട് കഥകൾ ഈ CIA റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം അടുത്ത കഥയിലേക്ക് നമുക്ക് പോകാം. ആസ്ട്രോണമിയിലെ പ്രൊഫസറായിരുന്ന ഒരു വാൾട്ടർ എൻ വെബ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ടായ അനുഭവത്തെ പറ്റിയാണ് നമ്മൾ ഇനി ഒന്ന് നോക്കാൻ പോകുന്നത്. ഇതെന്തോ സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നടക്കുന്നത് ബോസ്റ്റണിലുള്ള മിഷിഗൺ ലേക്കിൻ്റെ അടുത്തായിട്ട് അവിടെ ഈ താഴ്വരകളൊക്കെ ഉണ്ടായിരുന്നു. ഈ താഴ്വരയിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം കണ്ടത് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്തു അതിങ്ങനെ പറന്നു പോകുന്നതായിട്ട്. ഇപ്പോൾ ഇതിനൊരു തിളക്കം ഉണ്ടായിരുന്നു, അതിങ്ങനെ പറന്ന് കിടക്കുന്നതായിട്ടാണ് ഇദ്ദേഹം കണ്ടത്. അപ്പോൾ അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നു ഇത് ഒരു UFO ആണ്, അല്ലെങ്കിൽ ഇതൊരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ശരിക്കും അതങ്ങനെ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും അറ്റ്മോസ്ഫിയറിക് അല്ലാതെ എന്തെങ്കിലും അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങൾ കാരണം അദ്ദേഹത്തിന് തോന്നിയതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നടക്കുന്നത് 1951 മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെ കണ്ടെത്തിയ ഡോക്ടർ ടോംബോയാണ് ഈ വസ്തുവിനെ കണ്ടത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗാർ ഷേപ്പുള്ള ഒരു വസ്തുവാണ്. സിഗാർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ സിലിണ്ടർ പോലെ നീളത്തിലുള്ള വസ്തു, ഏകദേശം നമ്മുടെ സിഗരറ്റിൻ്റെ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയല്ല, ഏകദേശം അതേ ഷേപ്പിലുള്ള വസ്തുവിനെയാണ് ഈ സിഗാർ ഷേപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു വസ്തു ഇത് ന്യൂ മെക്സിക്കോയിൽ വെച്ചാണ് കാണുന്നത്. അപ്പം ഇങ്ങനൊരു വസ്തു ഇങ്ങനെ ആകാശത്തേക്ക് കുതിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനും ഇതുപോലെ ഒരു മഞ്ഞ കളറുള്ള ഒരു ലൈറ്റ് പോലെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെയും സത്യം എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. ഇത് എല്ലാം ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഇവരെല്ലാം കണ്ടത്, ഇതിനു മുമ്പ് പറഞ്ഞ സംഭവങ്ങളായാലും എല്ലാം കണ്ടത് ശരിക്കും എന്താണ് എന്നുള്ളത് നമുക്ക് വിവരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് പറയാൻ പറ്റൂ. ഇതെല്ലാം കണ്ടവരുടെ അനുഭവങ്ങളും റഡാറിൽ നിന്നുള്ള ഡേറ്റാസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇതുവരെ മനുഷ്യൻ കണ്ടു എന്ന് പറയപ്പെടുന്ന പല തരത്തിലുള്ള ഇങ്ങനെയുള്ള സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. അതിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ സിഗാർ ഷേപ്പുള്ള ടൈപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഈ സിഗരറ്റിൻ്റെയൊക്കെ ഏകദേശം ഷേപ്പുള്ള ഇങ്ങനെ സിലിണ്ടർ നല്ല നീളത്തിലിരിക്കുന്ന സിഗാർ ഷേപ്പുള്ള വസ്തുക്കൾ. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പുള്ള ആണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രികോണ ആകൃതിയിലുള്ള ഇങ്ങനെയുള്ള സ്പേസ് ക്രാഫ്റ്റുകളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഇമേജുകളിലൊക്കെ കാണാറുള്ള നമ്മുടെ വട്ടത്തിലുള്ള ഇങ്ങനെ ഡിസ്ക് പോലിരിക്കുന്ന തളിക പോലിരിക്കുന്ന ഏലിയൻ സ്പേസ് ക്രാഫ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോള ആകൃതിയിലുള്ള ഗോളത്തിൻ്റെ ഷേപ്പ്, അതായത് ഈ സ്പിയർ ഷേപ്പിലുള്ള UFO നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പിയർ ഷേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസാധ്യമായ ഈ പ്രകാശം പുറപ്പെടുവിക്കുന്ന നല്ല ഒരു സ്പേസ് ക്രാഫ്റ്റാണ് ഈ സംഭവം. ഇതിൻ്റെ വസ്തുക്കളുടെ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 3-4 ടൈപ്പിലുള്ളതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതെല്ലാം പല പല വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിൽ ഒരുപാട് സാധനങ്ങളും ഫേക്കായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്നും ശരിക്കും ഒതൻറ്റിക് ആയിട്ടുള്ളതല്ല. എന്നാൽ ഈ അമേരിക്കൻ ഗവൺമെൻറ് പുറത്തുവിട്ട ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അടുത്ത വീഡിയോയിൽ നമുക്ക് UFOയുടെ മറ്റൊരു കഥയുമായിട്ട് വരാം. അതും ഇതേ റിപ്പോർട്ടിൽ നിന്ന് എടുത്ത കഥകളായിരിക്കും. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ നിങ്ങൾ പറയണം, എന്നാലേ എനിക്ക് ഈ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് പോലെയാണ്. അപ്പം ഇതിനകത്ത് പറയുന്ന ഓരോ കഥകളും ഞാനിങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡൻറ്റുകളൊക്കെ ഓരോ കഥകളാക്കി നിങ്ങളോട് പറയുന്നതാണ്. എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. കഴിഞ്ഞ ഭാഗത്ത് ആളുകൾ കണ്ട അന്യഗ്രഹ പേടകങ്ങളുടെ കഥകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇത് CIA വിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. എന്നാൽ എപ്പോഴെങ്കിലും റഡാറിൽ ഇത് കണ്ടിട്ടുണ്ടോ? ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളിലേക്ക് പോകാം. സംഭവം നടക്കുന്നത് കാനഡയിലെ ഗൂസ് എയർഫോഴ്സ് ബേസ് ന്യൂ ഫൗണ്ട് ലാൻഡിലാണ്. ജൂൺ 19, 1952. റഡാർ എക്സ്പേർട്ടുകൾ അവരുടെ റഡാറിൽ ഒരു വസ്തുവിനെ കാണാനിടയായി. ഈ വസ്തു 90 ഡിഗ്രി ടേൺ വേഗം തന്നെ എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ C-54 എന്ന ട്രാൻസ്പോർട്ടർ വിമാനത്തിൻ്റെ പൈലറ്റ് ഒരു തീഗോളം തൻ്റെ വിമാനത്തിന് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. റഡാറിൽ പിക്കപ്പ് ചെയ്യുക മാത്രമായിരുന്നില്ല ഇത് ഉണ്ടായിരുന്നത്. താഴെ നിന്നിരുന്ന ആളുകൾ ഒരു വിചിത്രമായ ചുമന്ന നിറത്തോടുകൂടിയ ഒരു വസ്തു ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് അവർ കണ്ടു. അടുത്ത സംഭവം നടക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ ഓണ്ടിയ എയർഫോഴ്സ് ബേസിലാണ് ഈ സംഭവം നടക്കുന്നത്. ആഗസ്റ്റ് 5, 1952 ഗ്രൗണ്ട് കൺട്രോൾ ഇൻ്റർസെപ്റ്റർ സ്റ്റേഷൻ ഒരു സിഗ്നൽ പിടിച്ചെടുക്കുകയുണ്ടായി. ഒരു സോസർ അടുത്തുള്ള ഒരു ടവറിന് ചുറ്റുമായി ഇങ്ങനെ പറന്ന് നടക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഡേറ്റ. ഈ മിസ്റ്റീരിയസ് ആയുള്ള വസ്തു പിന്നീട് ഡിവൈഡായി 3 വസ്തുക്കളായി മാറുകയായിരുന്നു. ആദ്യത്തെ ആ വസ്തുവിൽ നിന്നാണ് പിന്നീടുണ്ടായ 2 വസ്തുക്കളും വന്നത്. പിന്നീട് അതിവേഗത്തിൽ ഏകദേശം 585 km/h എന്ന വേഗത്തിലാണ് ഇത് സഞ്ചരിച്ചു പോയത്. പിന്നീടുണ്ടായ സംഭവം US വിക്ടർ കെയ്ൻസ് എന്ന സ്ഥലത്ത് സംഭവിച്ചതാണ്. ആഗസ്റ്റ് 1,
1965 ഇത് നടക്കുന്നത്. ഒന്നിലധികം പറക്കുന്ന വസ്തുക്കളെ കാലാവസ്ഥ പ്രവചിക്കുന്ന സ്റ്റേഷൻ ട്രാക്ക് ചെയ്യുകയുണ്ടായി. ഇത് ഏകദേശം 6000 അടിക്കും 9000 അടിക്കും ഇടയിലായിരുന്നു ഈ വസ്തുക്കൾ ഉണ്ടായിരുന്നത്. എന്നാൽ ടിങ്കർ എയർഫോഴ്സ് ബേസിലും ഏകദേശം 4ഓളം വസ്തുക്കളെ അവർ ട്രാക്ക് ചെയ്യുകയുണ്ടായി. അത് ഏകദേശം 23,000 അടി ഉയരത്തിലായിരുന്നു പറന്നുകൊണ്ടിരുന്നത്. വെളുപ്പാങ്കാലം 3:40 കാലാവസ്ഥ പ്രവചിക്കുന്ന ആ സ്റ്റേഷനിൽ നിന്നുണ്ടായ വിവരങ്ങൾ പ്രകാരം അതിൽ ഒരു വസ്തു വില്ലിംഗ്ടണിൻ്റെ സൗത്ത് വെസ്റ്റിലായിട്ട് ഏകദേശം 22,000 അടി ഉയരത്തിലായിട്ടാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ആ 22,000 അടിയിൽ നിന്നും നേരെ 4,000 അടിയിലേക്ക് താഴ്ചയിലേക്ക് അത് ഇറങ്ങുന്നതും റഡാറിൽ അവർക്ക് കാണാൻ സാധിച്ചു. അടുത്ത ഭാഗത്ത് പറയാൻ പോകുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഡിസംബർ 6, 1952 ഉണ്ടായ സംഭവത്തെ പറ്റിയാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.